നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് വിയ്യകുറിശി സ്വദേശിയായ സിദ്ധനെ കാണാതായ സംഭവം. തമിഴ്നാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. മന്ത്രവാദം ഫലിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ട് സിദ്ധനെ തടങ്കിലാക്കുകയായിരുന്നെന്ന് പോലീസ്. തട്ടിക്കൊണ്ടുപോകലിന് പ്രതികൾക്കെതിരെ കേസ്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന. ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 1.5 കിലോ കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും എക്സൈസ് പിടികൂടി. വേനൽമഴയിലും കാറ്റിലും മണ്ണാർക്കാട് താലൂക്കിലുണ്ടായത് വ്യാപക നാശനഷ്ടം. 24 വീടുകൾ തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം. ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് അലനല്ലൂർ 3 വില്ലേജ് പരിധി. ചുഴലിക്കാറ്റടക്കമുള്ള ദുരന്തങ്ങളെ നേരിടാൻ മോക്ക് ഡ്രില്ലുമായി ദുരന്ത നിവാരണ വിഭാഗം. തീരദേശ മേഖലകളിലാണ് സംസ്ഥാന വ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തുന്നത്. വിവിധ സേനകളെയും വകുപ്പുകളെയും പങ്കെടുപ്പിച്ചാണ് മോക്ക് ഡ്രിൽ. പട്ടാമ്പി മുതുതലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 60-കാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. രാവിലെ പശുവിനെ തീറ്റിക്കാൻ വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് വിയ്യകുറിശി സ്വദേശിയായ സിദ്ധനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തമിഴ്നാട് സ്വദേശികളായ 2 പേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് വെല്ലൂർ സ്വദേശി ലോകനാഥൻ, കൂടല്ലൂർ സ്വദേശി ശിവകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് വിയ്യകുറിശി കൊറ്റിയോട് കുറ്റിക്കാട്ട് ഹബീബിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ വെളിച്ചത്തായത്. മന്ത്രവാദത്തിന്റെ മറവിൽ പ്രതികളുടെ കയ്യിൽ നിന്ന് വൻതുക ഹബീബ് കൈക്കലാക്കിയിരുന്നുവെന്നും മന്ത്രവാദം ഫലിച്ചില്ലെന്ന് പറഞ്ഞ് പണം തിരികെ ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് പറഞ്ഞു. പലതവണയായി ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. ഈ തുക പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. തുടർന്ന് മന്ത്രവാദം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഹബീബിനെ വിളിച്ചു വരുത്തി പ്രതികളുടെ വീട്ടിൽ തടങ്കലിൽ വെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ജോലിയുടെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ ഹബീബിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ SI AK ശ്രീജിത്തും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. പ്രതികളുടെ വീട്ടിൽ നിന്ന് ഹബീബിനെ മോചിപ്പിച്ചു. ആദ്യം മാൻ മിസ്സിംഗിനും പിന്നീട് തട്ടിക്കൊണ്ടുപോകലിനുമാണ് മണ്ണാർക്കാട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. 1.5 കിലോ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശിയെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് പിടികൂടി. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിവന്ന ആളെയാണ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് പിടികൂടിയത്. ഉത്തർപ്രദേശ് സ്വദേശി 24 വയസ്സുള്ള രഘുനന്ദനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് 1.5 കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി. ഓങ്ങല്ലൂർ സെന്ററിൽ മുറുക്കാൻ കച്ചവടം നടത്തുകയാണ് ഇയാൾ. ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടവും നടത്തുന്നത്. ആഴ്ചകൾക്ക് മുമ്പും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ്, അനൂപ് രാജ്, നന്ദു, വിജയ്, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവർ പങ്കെടുത്തു. നാട്ടുകാരുടെ ഇടപെടലാണ് പ്രതിയെ കുടുക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽമഴയിലും കാറ്റിലും മണ്ണാർക്കാട് താലൂക്കിൽ തകർന്നത് 24 വീടുകൾ. അലനല്ലൂർ 3 വില്ലേജ് പരിധിയിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത്. നാശനഷ്ടത്തിന്റെ തോത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിട്ടപ്പെടുത്തി വരികയാണ്. അലനല്ലൂർ പഞ്ചായത്തിന്റെ മലയോര പ്രദേശങ്ങളായ ചളവ, താണിക്കുന്ന്, മലയിടിഞ്ഞി, ഉപ്പുകുളം ഭാഗങ്ങളിലായി 21 വീടുകൾ ഭാഗികമായി തകർന്നു. കാരാകുറിശി, പൊറ്റശ്ശേരി 1, പാലക്കയം വില്ലേജുകളിലായി 1 വീതം വീടുകളും തകർന്നിട്ടുണ്ട്. താലൂക്കിൽ അലനല്ലൂർ 3 വില്ലേജ് പരിധിയിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത്. നാശനഷ്ടത്തിന്റെ തോത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിട്ടപ്പെടുത്തി വരികയാണ്. ഇവർ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന പ്രകാരമാണ് വീട് തകർന്നവരിൽ നിന്നുള്ള അപേക്ഷയനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ സമിതിയിൽ നിന്നും നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാവുക. 15% അതിനു മുകളിലും നഷ്ടം സംഭവിച്ചവർക്കാണ് നഷ്ടപരിഹാരം ലഭ്യമാവുക. ഇത്തവണയും മലയോര മേഖലയെയാണ് വേനൽമഴ കാര്യമായി ബാധിച്ചത്. മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റാണ് വില്ലനായത്. മരങ്ങൾ കടപുഴകിയും പൊട്ടിവീണുമാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ആളപായം ഉണ്ടായില്ലെന്നതാണ് ആശ്വാസകരം. അലനല്ലൂരിലെ ചളവ മേഖലയിൽ വേനൽമഴയും കാറ്റും ഭീതിതമായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. വീടുകൾ തകർന്നതിനു പുറമെ ഇവിടെ കൃഷിനാശവും ഉണ്ടായി. ശക്തമായ കാറ്റിൽ ആയിരക്കണക്കിന് വാഴകളാണ് നിലം പൊത്തിയത്. വിളവെടുപ്പിന് ഭാഗമായ വാഴകളടക്കം നശിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. 6000-ഓളം വാഴകൾ നശിച്ചതായാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. ഇതുകൂടാതെ തെങ്ങ്, കവുങ്ങ്, റബ്ബർ ഉൾപ്പെടെ നശിച്ച വകയിൽ 2,40,000 രൂപയുടെ നഷ്ടമാണ് ഇതുവരെ കൃഷിവകുപ്പ് കണക്കാക്കിയിട്ടുള്ളത്.
അറിയിപ്പ് നൽകിയത് പ്രകാരം 20ഓളം കർഷകരാണ് അലനല്ലൂർ കൃഷിഭവനിൽ നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിനാശമുണ്ടായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർക്ക് സമർപ്പിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. വേനൽമഴയിൽ മരങ്ങൾ റോഡിലേക്ക് വീണ ഗതാഗത തടസ്സവും ഉണ്ടായി. വൈദ്യുതി ലൈനുകളിലേക്ക് മരം പൊട്ടിവീണ ലൈനും തൂണുകളുമെല്ലാം തകർന്ന് വൈദ്യുതി ബോർഡിനും ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പട്ടാമ്പി മുതുതലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറക്കാടാണ് സംഭവം. 60 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. രാവിലെ പശുവിനെ തീറ്റിക്കാൻ വീട്ടിൽ നിന്ന് പോയതാണ്. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് പറമ്പിൽ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. ചുഴലിക്കാറ്റടക്കമുള്ള ദുരന്തങ്ങൾ നേരിടുന്നതിന് തീരദേശ ജനതയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടത്തിയ മോക്ഡ്രില്ലിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ 2 ഇടങ്ങളിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. കളക്ട്രേറ്റിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ VR വിനോദ് മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ പൊന്നാനി, താനൂർ ഫിഷിംഗ് ഹാർബറുകളിലാണ് മോക്ഡ്രിൽ നടന്നത്. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, ഹസാർഡ് അനലിസ്റ്റ് TS ആദിത്യ എന്നിവരും പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, PRD, ഗതാഗതം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. താനൂർ ഓട്ടുംപുറം ഫാറൂഖ് പള്ളിക്ക് സമീപത്ത് സംഘടിപ്പിച്ച മോക്ഡ്രിൽ പരിശീലനത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8:30 ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ നിന്നും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പ് പോലീസ്, ഫയർഫോഴ്സ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ വിഭാഗങ്ങൾക്ക് കൈമാറി. 8:45 മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പരിസരവാസികളെ താനൂർ ഫിഷിംഗ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു. 10 മണിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന മുന്നറിയിപ്പ് നൽകി. 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന പ്രവർത്തകരുടെ സംഘം തീരദേശത്തെത്തി. ഫയർ ടീം സ്റ്റേജിംഗ് ഏരിയയും ഇൻസിഡന്റ് കമാൻഡ് പോസ്റ്റും സജ്ജീകരിച്ചു. കടൽ കാണാൻ വന്നവരും മറ്റും അപകടത്തിൽപ്പെട്ട 16 പേരെ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ക്യാമ്പിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ള 8 പേരെ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി. ദുരന്ത നിവാരണ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, ആരോഗ്യം, ഫിഷറീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളും മുനിസിപ്പാലിറ്റി അധികൃതരും സമയോചിതമായി ഇടപെട്ടുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മോക്ഡ്രിൽ പരിശീലനത്തിന് തഹസിൽദാർ CK ആഷിഖ് ഇൻസിഡന്റ് കമാൻഡറായി 23 സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും 15 ആപത് മിത്ര, 19 ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരും 10ഓളം ആശാവർക്കർമാരും താനൂരിലെ കടലോര പ്രദേശവാസികളും മോക്ഡ്രില്ലിൽ പങ്കാളികളായി. ഉച്ചയ്ക്ക് 12 മണിയോടെ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുകയും മോക്ഡ്രിൽ അവസാനിപ്പിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച ചെർപ്പളശ്ശേരിയിൽ UDF ധർണ നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാരിൻ്റെ നിഷേധ നിലപാട് ഉന്നയിച്ചും സംസ്ഥാന തദ്ദേശ ഭരണ മുരടിപ്പും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധൂർത്തും അഴിമതി ജനദ്രോഹ നയങ്ങളും ആരോപിച്ചാണ് UDF ചെർപ്പളശ്ശേരിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KK അസീസ് ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആ തെറ്റായ തീരുമാനം കൗൺസിലിനെ പോലും നോക്കുകുത്തിയാക്കി ചെയർമാൻ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ചെയർമാന്റെ ഇംഗിതക്കാർക്ക് അനുകൂലമായി എടുത്ത തീരുമാനം തിരുത്തും എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചു, ആധികാരികമായി അത് ഇതുവരെ തിരുത്തിയിട്ടില്ല. മിനിറ്റ്സിൽ എന്തോ ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു കൊടി അഴിമതി നാടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, അത് ഇവിടെ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് മിനിറ്റ്സിൽ തിരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അതിന്റെ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ഏത് നിമിഷവും ഏത് ദിവസവും ഈ അഴിമതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായുള്ള ഫണ്ട് യഥാസമയം ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റിന് കഴിയുന്നില്ല. അത് വാങ്ങുന്നതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം ഇവിടെ വികസന ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. DCC മെമ്പർ PP വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. P അക്ബർ അലി അധ്യക്ഷനായി. നേതാക്കളായ KM ഇസാക്ക്, T ഹരിശങ്കർ, T ബക്കർ, കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, ഷഹനാസ് ബാബു, ഷീജ അശോകൻ, രശ്മി സുബീഷ്, മിസ്രിയ, ആയിഷ പാലത്തിങ്കൽ, സുഹറാബി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദു നാരായണൻ, VG ദീപേഷ്,
പി സുബീഷ്, എൻ കെ ബഷീർ, ഗോവിന്ദൻകുട്ടി, ഷമീർ ഇറക്കിങ്ങൽ, എം കെ നജീബ്, ഉണ്ണികൃഷ്ണൻ വല്ലപ്പുഴ, പി പി മുജീബ്, അബ്ദുൽ ഖാദർ, കെ വി ഇസ്മായിൽ, കെ വി ശ്രീകുമാർ, വിനോദ് കളത്തൊടി, സുരേഷ്, എ രാമകൃഷ്ണൻ, അരുൺ, മനോജ്, രാധാകൃഷ്ണൻ, ഒ മരക്കാർ, കെ പി മുഹമ്മദ് അലി, അലി മാസ്റ്റർ, പി വീരാൻ ഹാജി, കെ ആർ ലക്ഷ്മണൻ, സെയ്ദ് കാവുവട്ടം എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ശ്രീകൃഷ്ണപുരം ഡിവിഷനിൽ പട്ടികജാതി സങ്കേതങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. ശ്രീകൃഷ്ണപുരം പാറയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധയിടങ്ങളിലായി 20 മിനി മാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2024-2025 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്രീകൃഷ്ണപുരം ഡിവിഷനിൽ പട്ടികജാതി സങ്കേതങ്ങളിൽ 20 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പാറയിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചത്. ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഡിവിഷൻ മെമ്പർ കൂടിയാണ് ശേഖരൻ മാസ്റ്റർ. അതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയും. കാരണം അങ്ങനെ ഒരു ശൈലി കാലങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെടുത്തിയെടുത്ത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ജനപക്ഷത്തു നിന്ന് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയും ചിന്തയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും അത് അതേപടി തൻ്റെ പ്രദേശത്തുള്ള എല്ലാ ഡിവിഷനുകളിലേക്കും സന്നിവേശിപ്പിക്കാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മാഷാണ് ശ്രീധരൻ മാഷ്. സ്വാഭാവികമായും അത് ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈദാലി, എം കെ പ്രദീപ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണൻ, പി അരവിന്ദാക്ഷൻ, ബി രാജേഷ്, സി ഹരിദാസ്, കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മണ്ണമ്പറ്റ, മുണ്ടക്കിൽപ്പറമ്പ്, പുളക്കാട്ടുകുറിശി, മേക്കാട്ടിൽ, പുഞ്ചപ്പാടം, പിഷാരത്തുകുന്ന്, മംഗലാംകുന്ന്, കുന്നിൻപുറം, ഈശ്വരമംഗലം, മുക്കുരിക്കാട് എന്നീ സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ മറ്റിടങ്ങളിലായി സ്ഥാപിച്ച ലൈറ്റുകളും ഉദ്ഘാടനം ചെയ്യും. വിദേശ ടൂർണമെന്റും അഖിലേന്ത്യാ സെവൻസും കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന ക്യാമ്പും ഉൾപ്പെടെ പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബ്ബ് ഒരു വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ക്ലബ്ബ് ആവിഷ്കരിച്ച പദ്ധതികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ വർഷം ഖാദർ അലി ക്ലബ്ബ് നടപ്പാക്കുന്ന വിവിധ പരിപാടികൾ ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. 53ാമത് ഖാദർ അലി ടൂർണമെന്റ് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും. ക്ലബിന്റെ 3ാമത്തെ വിദേശ ടൂർണമെന്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചതായും ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ് പറഞ്ഞു. 53ാമത് ടൂർണമെന്റ് വരുന്ന ഡിസംബർ മാസത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, അടുത്ത വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് വിദേശത്ത് നടത്തുന്ന 3ാമത്തെ ടൂർണമെന്റ് അവിടുത്തെ പ്രവാസി സംഘടനയുടെ സഹകരണത്തോടു കൂടി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരോട് സംസാരിച്ച് ധാരണയായിട്ടുണ്ട്. അടുത്ത ഒക്ടോബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ ആ ടൂർണമെന്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കും. വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഒരു വർഷത്തെ പദ്ധതികൾ തീരുമാനിച്ചത്. ടൂർണമെന്റുകളിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത്. ഇതിൽ 14 വൃക്ക രോഗികൾക്ക് മുടങ്ങാതെ പ്രതിമാസം ധനസഹായം നൽകി വരുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് സഹായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയും തുടരും. SSLC, +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡുകൾ നൽകും. കുടുംബ സംഗമവും നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. കിഡ്നി രോഗികൾക്കുള്ള സഹായം അത് കഴിഞ്ഞ 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഇന്ന് തുടങ്ങുമ്പോൾ 32 ആൾക്കാണ് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ 42ഉം ഈ അടുത്ത മാസമാകുമ്പോൾ 2 കൂടി കൂടാനുള്ള സാധ്യത ഉണ്ട്. കൊടുത്തിരുന്ന ആളുകൾ തന്നെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കിഡ്നി രോഗികൾ അവർക്ക് മാസാന്തരം 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് 5-ാം തീയതി ഞങ്ങൾ യോഗം ചേരും. ഒരു 7-ാം തീയതി ഒക്കെ ആകുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വെച്ചിട്ടുള്ള പെൻഷൻ സംവിധാനം അത് വിജയകരമായി നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക. ഒപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ അതും നല്ല ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ക്ലബ്ബ് കാണുന്നത്.
ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി, ട്രഷറർ മണ്ണിൽ ഹസൻ, എച്ച് മുഹമ്മദ് ഖാൻ, സി മുസ്തഫ, അസീസ് മണ്ണേങ്ങൽ, എം കെ കുഞ്ഞയമു, യൂസഫ് രാമപുരം, കുറ്റീരി മാനുപ, ഇ കെ സലീം, പി നാസർ, ഇ കെ നവാസ്, പാറയിൽ കരീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊപ്പത്ത് SPC വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സല്യൂട്ട് സ്വീകരിച്ചു. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ, വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം GVHSS ഗ്രൗണ്ടിൽ നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സല്യൂട്ട് സ്വീകരിച്ചു. ഹൈസ്കൂളിൽ പഠിക്കുന്ന പടക്കടി മുഹമ്മദ് അലി, സുനീര മുഹമ്മദ്, അബ്ദുൽ മുഹമ്മദ് പഠിക്കുന്ന ആൺകുട്ടികളുടെ ക്ലാസ്. അതുമായി വളയൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും നന്നായി കായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജില്ല കൂടിയായതുകൊണ്ട് കലാ, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ അതിന്റെ ഭാഗമായി കൂട്ടുചേരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പദ്ധതി നമ്മുടെ ജില്ലയ്ക്കകത്ത് വളരെ അധികം മാതൃകയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ ഒരുപാട് പേർ ഈ രംഗത്ത് തന്നെ നിലയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പല കുഞ്ഞുങ്ങളും SPCയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ ഔദ്യോഗികമായി തങ്ങൾ എത്തേണ്ട മേഖല ഏത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിനും അതിന്റെ മാറ്റുകൂട്ടുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, കൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ബീന, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, കൊപ്പം SHO ഇൻചാർജ് KR അജിത് കുമാർ, വിവിധ സ്കൂളുകളിലെ PTA പ്രസിഡന്റുമാർ, SMC ചെയർമാൻമാർ, സ്ഥാപന മേധാവികൾ, പരുതൂർ സ്കൂൾ മാനേജർ VC രാമൻ നമ്പൂതിരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലയൺസ് ക്ലബ്ബ് മണ്ണാർക്കാട് ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ സാജു വർഗീസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന കരിയർ ഗൈഡൻസ് വൈൽഡ് ലൈഫ് വാർഡൻ സാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. +2 കഴിയുന്നതോടെ വിശാലമായ പഠന സാധ്യതകളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരികയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വിശാലമായ ഒരു ഓപ്പർച്യൂണിറ്റികളിലേക്ക് അല്ലെങ്കിൽ പുറം ലോകത്തിലേക്ക് അവര് സാവകാശം വരികയാണ്. അപ്പോൾ അവർക്ക് വളരെയധികം ചോയ്സുകളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ആ സമയത്തൊരു ശരിയായ ഗൈഡൻസ് ആവശ്യമുണ്ട്. കാരണം ഇപ്പം ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിലാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു പ്രോപ്പർ ഗൈഡൻസ് അറിവ് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്? ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ചിറയിൽ അധ്യക്ഷനായി. സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, P സാബു ജോസഫ്, ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ S ഷിബു, CV കിഷോർ എന്നിവർ പ്രസംഗിച്ചു. കരിയർ കൗൺസിലറും ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ മുൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനറുമായ സാംസൺ സെബാസ്റ്റ്യൻ ക്ലാസ് എടുത്തു. ഈ വർഷം 10ാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെർപ്പശ്ശേരി ഐഡിയൽ കോളേജ് ഉന്നത വിദ്യാഭ്യാസ സെൽ ഇഗ്നറ്റ് 2025 ഇൻഫോർടൈൻമെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രം കിട്ടിയിരുന്ന സൗഭാഗ്യമാണ്. അത് ഫീസ് കൊടുക്കണം. 6 രൂപയ്ക്ക് ഫീസ്, 6 രൂപയ്ക്ക് സംഖ്യയാണ്. അവിടുത്തെ ആള് നമ്മുടെ കേരളം, നമ്മുടെ നാട്, അത് എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന, ലോകത്തിന്റെ ഏത് കോണിലും എത്തിപ്പെടാൻ ശേഷിയുള്ള മലയാളികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന നാടായി നമ്മുടെ നാട്. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി, സെക്രട്ടറി ഇബ്രാഹിം K, ഡയറക്ടർ അൻവർ സാദത്ത് PP എന്നിവർ മുഖ്യാതിഥികളായി.
ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് പി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA ജാഫർ, ലോറൽ മെർക്കുറി ഡയറക്ടർ സക്കീർ, അമൽ എന്നിവർ ക്ലാസ് നയിച്ചു. ഏകദിന ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് മികച്ച കരിയർ തിരഞ്ഞെടുക്കൽ, SSLCക്ക് ശേഷമുള്ള പഠന സാധ്യതകൾ, സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, കൾച്ചറൽ പരിപാടികൾ തുടങ്ങിയവ അരങ്ങേറി. ലഹരിക്കെതിരെ തോൽപ്പാവക്കൂത്തിന്റെ പ്രദർശനമൊരുക്കി കുളക്കാട് ഗ്രാമ്യം സാംസ്കാരിക കൂട്ടായ്മ. കുളക്കാട് മാരിയമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ മയക്കുമരുന്ന് ലഹരി വിരുദ്ധ പ്രചാരണം ഏറെ ശ്രദ്ധേയമായി. മയക്കുമരുന്ന് സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തുകളുടെ ഹൃദ്യമായ ആവിഷ്കരണം സമൂഹത്തോട് പറയുന്നതായി പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിലുള്ള തോൽപ്പാവക്കൂത്ത് സംഘം അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത്. ഇതേ ആശയം ഉൾക്കൊള്ളുന്ന കുമാരി മായാസാജന്റെ ഏകാംഗ നാടകം ജീവിതമാകട്ടെ ലഹരി എന്ന മണ്ണാർക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AK ബഷീർകുട്ടിയുടെ ബോധവൽക്കരണ ക്ലാസ് എന്നിങ്ങനെ വ്യത്യസ്ത പരിപാടികളൊരുക്കിയാണ് ലഹരിക്കെതിരായ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാന പോലീസ് വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സഹകരണത്തോടു കൂടിയായിരുന്നു പരിപാടി. ഇതോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വെടിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ചെർപ്പശ്ശേരി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജോസഫ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോഹൻകുമാർ, E ജയചന്ദ്രൻ, MC ഉണ്ണികൃഷ്ണൻ, മലപ്പുറം MSP കമാൻഡന്റ് SS രാജു എന്നിവർ പങ്കെടുത്തു. അടയ്ക്കാവത്തൂരിൽ കുളത്തിൽ വീണ 2 കുരുന്നുകളുടെ ജീവൻ രക്ഷിച്ച ശ്രീലതയെ യോഗത്തിൽ അനുമോദിച്ചു. ഗ്രാമ്യം വനിതാ സംഘത്തിന്റെ തിരുവാതിരക്കളിയും ഉണ്ടായി. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൽ വിഷു കൈനീട്ടത്തിനുള്ള നാണയമേള നടത്തി. പുതിയ കറൻസികളും നാണയങ്ങളുമായി 1 കോടി രൂപ വിതരണം ചെയ്തു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും വിപുലമായ നാണയമേളയാണ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് ഇടപാടുകാരും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ളവർ പുതിയ കറൻസികളും നാണയങ്ങളും സ്വന്തമാക്കാനെത്തി. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിഷുവിനോടനുബന്ധിച്ചുള്ള നാണയമേളയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്കും ജനങ്ങളോടൊപ്പം ഉണ്ട്. പുതിയ നാണയങ്ങളും പുതിയ കറൻസികളും ഒക്കെ ആയിട്ട് ഈ വിഷു ഏറെ ആഘോഷപ്രദം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ ശ്രമം തികച്ചും ശ്ലാഘനീയമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ബാങ്കിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഇടപാടുകാർക്കും ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളുടെ പേരിൽ വിഷു ആശംസകൾ അർപ്പിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. ബാങ്ക് സെക്രട്ടറി S അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഈ വർഷവും വിഷുവിനനുസരിച്ചിട്ടുള്ള ഫ്രഷ് നോട്ടുകളും കറൻസികളും ആവശ്യാനുസരണം സ്റ്റോക്ക് എടുത്ത് ഇന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ബാങ്ക് അവധി ദിവസമാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ഇടപാടുകാർക്കും ഈ നാട്ടിലെ ആൾക്കാർക്കും വേണ്ടി ഫ്രഷ് നോട്ട് വേണ്ടി ഇന്ന് ബാങ്ക് തുറന്നിരിക്കുകയാണ്. എല്ലാ മണ്ണാർക്കാട് നിവാസികൾക്കും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ആശംസകൾ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിൽ അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് PP റഷീദ് ബാബു, ഡയറക്ടർമാരായ K ശിവശങ്കരൻ, P രാധാകൃഷ്ണൻ, PK മോഹൻദാസ്, NC മണികണ്ഠൻ, മീന പ്രകാശൻ, K സൗമ്യ, സുബൈദ ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇനി ഓഫറുകളുടെ പെരുമഴക്കാലം. കവിത ഗോൾഡ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന് തുടക്കമായി. ഓഫറുകളോടൊപ്പം നിരവധി സമ്മാനങ്ങളും ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യമായി പറഞ്ഞു. എല്ലാ വർഷം നാട്ടിലേക്ക് വെക്കേഷനിൽ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരാറുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്, സ്റ്റാഫ് നല്ലതാണ്, പിന്നെ ഡിസ്കൗണ്ട് നന്നായിട്ട് തരും. മൾട്ടിപ്പിൾ സ്കീംസിൽ ഇവിടെ ചേർന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ പണ്ട് കല്യാണം മേടിച്ചിരുന്ന ഇപ്പോൾ കവിതയ്ക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. മീൻസ് ഓവറോൾ നോക്കാച്ച ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഗോൾഡ് എടുക്കുക വെച്ചാൽ കവിതയിൽ തന്നെയാണ് വരാറ്. നല്ല സെലക്ഷൻ ഉണ്ട്, എല്ലാം അടിപൊളി.
ആഘോഷങ്ങളുടെ ആനിവേഴ്സറിക്കാലം ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകൾ ഒരുക്കിയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വാഗതം ചെയ്യുന്നത്. ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ നടക്കുന്ന ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളോടൊപ്പം നിരവധി സമ്മാനങ്ങളും കവിത ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ കവിതാ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും ദിവസേന നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും കവിതയിൽ ഒരുക്കിയിട്ടുണ്ട്. വെഡ്ഡിംഗ് സെറ്റ് കളക്ഷനുകൾക്ക് വെറും 2.5% പണിക്കൂലിയും ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റിന്റെ ഭാഗമായി ചെയിനുകളുടെയും വളകളുടെയും വിപുലമായ കളക്ഷൻസും കവിതയിൽ ഒരുക്കിയിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ്, റോസ് ഗോൾഡ്, 18 കാരറ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതുമയാർന്ന കളക്ഷന് പുറമെ പ്ലാറ്റിനം, പ്രഷ്യസ് സ്റ്റോൺസ്, കിഡ്സ്, മെൻസ് കളക്ഷൻ എന്നിവയിൽ ഒട്ടേറെ വ്യത്യസ്തതകളും പുതുമകളും കവിതയിൽ ഒരുക്കിയിട്ടുണ്ട്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായി ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ദിവസേന നറുക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് പണിക്കൂലി തിരിച്ചു നൽകുന്നു. മാത്രമല്ല ഡയമണ്ട് ഓർണമെന്റ്സിൽ 50% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. അതിനു പുറമെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് 2.5% മുതലാണ് പണിക്കൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അക്ഷയ തൃതീയയോടനുബന്ധിച്ച് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നിലവിലിപ്പോൾ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരുപാട് ഓർണമെന്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമാവാൻ എല്ലാ കസ്റ്റമറെയും നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അഡ്വാൻസ് വിഷു ആശംസ. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് നൽകിയ ആംബുലൻസിന്റെ താക്കോൽദാനം നടന്നു. പഞ്ചായത്തിൽ വെച്ച് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജർ ദിനേശ് പ്രസിഡന്റ് സി രാജികയ്ക്ക് താക്കോൽ കൈമാറി. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പഞ്ചായത്തുകളിലേക്ക് ആംബുലൻസുകൾ വിതരണം ചെയ്തത്. ഇതിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചിരുന്നു. ആംബുലൻസിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാണ് അതാത് പഞ്ചായത്തുകളിലെത്തിച്ച് താക്കോൽദാനം നടത്തിയത്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന് പുറമെ കൊപ്പം, ലക്കിടി പഞ്ചായത്തുകൾക്കും ആംബുലൻസുകൾ നൽകിയിട്ടുണ്ട്. ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുമെന്ന് ചടങ്ങിൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജർ ദിനേശ് പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 ആംബുലൻസുകൾ കഴിഞ്ഞ് 28-ാം തീയതി ബഹുമാനപ്പെട്ട MP വന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 3 ആംബുലൻസുകൾ 3 പഞ്ചായത്തുകളിലേക്ക്, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത്, കൊപ്പം പഞ്ചായത്ത്, അതുപോലെ തന്നെ ലക്കിടി പഞ്ചായത്തുകൾ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് രജിസ്ട്രേഷനുകൾ അതുപോലെ തന്നെ മറ്റു നടപടികൾ കഴിഞ്ഞ് ഇന്ന് കീ നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളെ സെക്രട്ടറി, അതുപോലെ പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്തിലെ അംഗങ്ങളെ ഇവിടെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കീ നടങ്ങുന്ന ചടങ്ങാണ് ഇപ്പോൾ നൽകുന്നത്. അതിന് കീ നൽകുകയാണ്. ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് ആംബുലൻസ് നൽകുവാൻ തിരഞ്ഞെടുത്ത കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ടിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നന്ദി അറിയിച്ചു. ഏറ്റവും വലിയൊരു സേവനത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ആംബുലൻസ് ഇല്ലാത്ത സാഹചര്യത്തിലും കവിത ഗോൾഡും ആദ്യമായിട്ടാണ് ഈ ഒരു സേവന മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. 3 പഞ്ചായത്തുകൾക്കാണ് കൊപ്പം, ലക്കിടിപേരൂർ, ശ്രീകൃഷ്ണപുരം. ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീകൃഷ്ണപുരത്തിന് തിരഞ്ഞെടുക്കുകയും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമയ ദൈർഘ്യമാണ്. കാരണം ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ അപേക്ഷ നൽകാൻ പറയുകയും അപേക്ഷ നൽകി ആ ആഴ്ച തന്നെ പാസ്സാക്കുകയും 30-ാം തീയതിയാണ് ഇതിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഏറ്റുവാങ്ങിയത്. പക്ഷേ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും 30-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അറിയാം, ഇന്ന് 10-ാം തീയതിയാണ്. 10 ദിവസം കൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിറ്റീവ് ടീമിന് നമുക്കിത് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും കടപ്പാടും നന്ദിയും കവിത ഗോൾഡ് ഡയമണ്ട്സ് ടീം ഗ്രൂപ്പിന് അറിയിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, വാർഡ് മെമ്പർമാരായ C ഹരിദാസൻ, MK ദ്വാരകാനാഥൻ, K ഗിരിജ, MK പ്രദീപ്, CDS ചെയർപേഴ്സൺ സൗമ്യ, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാരവാഹികളായ റിയാസ്, പ്രവീൺ, അബ്ദുൽ ഖാദർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ്.
പാചകവാതക വില വർധനവിനെതിരെ KSKTU ശ്രീകൃഷ്ണപുരം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. ഏരിയ എക്സിക്യൂട്ടീവ് അംഗം M. സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ P. ശ്രീജ അധ്യക്ഷയായി. M. ഗിരിജ, ഉണ്ണികൃഷ്ണൻ, വിലാസിനി, രജനി, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം കനാൽ പരിസരത്തായിരുന്നു സമരം. ഈ വിഷുവിന് കേന്ദ്രത്തിൻ്റെ കൈനേട്ടമായിട്ട് നമുക്ക് പാചകവാതക സിലിണ്ടറിന് 50 രൂപ കൂട്ടിയിരിക്കുകയാണ്. ഒരു കാരണവശാലും കൂട്ടേണ്ട ഒരു കാര്യത്തിലല്ല ഇപ്പോൾ നമ്മുടെ ഈ സിലിണ്ടറിന് വില കൂട്ടിയത്. ഒപ്പം തന്നെ പെട്രോളിന് 2 രൂപ കൂട്ടിയിരിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊന്നും കേരളത്തിലില്ല. കേരളത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ടുമില്ല. കേരളം കേന്ദ്രത്തിലൊരു സംസ്ഥാനമാണെന്ന് തന്നെ കേന്ദ്രത്തിന് അറിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് കേരളത്തിലെ ജനവിഭാഗങ്ങളെ കൂടി ഈ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ KSKTU പ്രതിഷേധിക്കുകയാണ്. കുലുക്കല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുലുക്കല്ലൂർ AUP സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രചാരണ ദിനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KT ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി M. വിജയലക്ഷ്മി, KV രാമകൃഷ്ണൻ, PP ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കരയോഗം എക്സിക്യൂട്ടീവ് അംഗം PP മണികണ്ഠൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നവീകരിച്ച ശ്രീകൃഷ്ണപുരം മടത്തിൽപ്പടി വലമ്പലിമംഗലം റോഡ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, വാർഡ് മെമ്പർ K. ഗിരിജ, B. രാജേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് 12.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. പഞ്ചായത്തിനെ എല്ലാം സംബന്ധിച്ച് ധാരാളം പണം പശ്ചാത്തല മേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ 12 ലക്ഷം രൂപ ഒരു പ്രദേശത്തെ റോഡ് പ്രവൃത്തിക്ക് വേണ്ടി നീക്കിവെച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് വിയ്യകുറിശി സ്വദേശിയായ സിദ്ധനെ കാണാതായ സംഭവം. തമിഴ്നാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. മന്ത്രവാദം ഫലിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെട്ട് സിദ്ധനെ തടങ്കിലാക്കുകയായിരുന്നെന്ന് പോലീസ്. തട്ടിക്കൊണ്ടുപോകലിന് പ്രതികൾക്കെതിരെ കേസ്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന. ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 1.5 കിലോ കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും എക്സൈസ് പിടികൂടി. വേനൽമഴയിലും കാറ്റിലും മണ്ണാർക്കാട് താലൂക്കിലുണ്ടായത് വ്യാപക നാശനഷ്ടം. 24 വീടുകൾ തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം. ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് അലനല്ലൂർ 3 വില്ലേജ് പരിധിയിൽ. ചുഴലിക്കാറ്റടക്കമുള്ള ദുരന്തങ്ങളെ നേരിടാൻ മോക്ക് ഡ്രില്ലുമായി ദുരന്ത നിവാരണ വിഭാഗം. തീരദേശ മേഖലകളിലാണ് സംസ്ഥാന വ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തുന്നത്. വിവിധ സേനകളെയും വകുപ്പുകളെയും പങ്കെടുപ്പിച്ചാണ് മോക്ക് ഡ്രിൽ. പട്ടാമ്പി മുതുതലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 60-കാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. രാവിലെ പശുവിനെ തീറ്റിക്കാൻ വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.